മാർക്സിന് നമുക്കറിയാം, മാർക്സും ബ്രെയിൻ സയൻസുമായിട്ട് എന്താ ബന്ധം ചോദിക്കാൻ നമുക്ക്. മാർക്സും ഫിലോസഫി ആയിട്ട് തന്നെ ഈ അർത്ഥത്തിൽ ബന്ധമൊന്നുമില്ല. നേരെ മറിച്ച് ഈ പിന്നെ ബ്രെയിൻ സയൻസിനെ പറ്റിയോ മൈൻഡിനെ കുറിച്ചുള്ള സ്റ്റഡീസിലൊന്നും മാർക്സിൻ്റെ പേര് നമ്മൾ കാണില്ല. മാർക്സിൻ്റെ വിഷയം വേറൊന്നാണ്. പക്ഷേ മാർക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയം മലാബു കോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്: ഹ്യൂമൻസ് മേക്ക് ദ ഹിസ്റ്ററി ബട്ട് ദേ ഡു നോട്ട് നോ ദാറ്റ് ദേ മേക്ക് ഇറ്റ് എന്ന ഇത് മാർക്സ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു സന്ദർഭത്തിലാണ്, മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. മനുഷ്യരാണ് അവരുടെ ചരിത്രം ഉണ്ടാക്കുന്നത്, പക്ഷേ അവർക്കറിയില്ല അവരാണത് ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, ചരിത്രം സൃഷ്ടിക്കുന്നത് നിങ്ങളാണെന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ് മാർക്സിൻ്റെ എന്ന് പറഞ്ഞാൽ. ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു റിഫ്ലക്സിവിറ്റിയുടെ ഒരു പ്രോബ്ലമാണ് മാർക്സ് പറയുന്നൊരു കാര്യം. അപ്പോൾ മനുഷ്യരെ അവരുടെ ചരിത്രം ഉണ്ടാക്കുന്ന ആളുകളായിട്ട് അവർ ആണ് അവരുടെ ചരിത്രം ഉണ്ടാക്കുന്നത് എന്ന് അവരെ ധരിപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. അതായത് ഹിസ്റ്റോറിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ റിഫ്ലക്സിവിറ്റി എങ്ങനെയാണ് തിയറിയിൽ വരിക എന്നുള്ളതൊക്കെയാണ് മാർക്സിൻ്റെ വിഷയം. ഇത് കോട്ട് ചെയ്തുകൊണ്ട് മലാബു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹ്യൂമൻസ് മേക്ക് their own brain but they do not know that they make it. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷെ നിങ്ങൾക്കതറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വി ക്രിയേറ്റ് ഇറ്റ്, റീക്രിയേറ്റ് ഇറ്റ്, മോൾഡ് ഇറ്റ്, റീമോൾഡ് ഇറ്റ്. ഓക്കെ, ബട്ട് വി ഡു നോട്ട് നോ ദാറ്റ്. അല്ലേ, നമുക്കറിയില്ല ഈ ബ്രെയിൻ നമ്മുടെ തന്നെ സൃഷ്ടിയാണ്, നമ്മുടെ ഒരു വർക്കാണ് എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെയാണ് ഫിലോസഫിയുടെ ഒരു പ്രാധാന്യം മലാബു കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഫിലോസഫിയുടെ ഒരു കൺസേൺ ആയിട്ട് ബ്രെയിൻ വരുന്നത്, പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആശയം? അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി, ഇപ്പം റീസെൻ്റായിട്ടുള്ള ബ്രെയിനിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ ചെറുതായിട്ടൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം. നമ്മൾ സാധാരണ ബ്രെയിനിനെ കാണുന്നത്, പ്രത്യേകിച്ച് AI-യുടെയൊക്കെ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ AI-യുടെ മെറ്റഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, സത്യത്തിൽ അതിൻ്റെ ഒരു ഐറണി എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രെയിനിനെ പോലൊരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് AI ശ്രമിക്കുന്നത്, പക്ഷേ AI-യുടെ മെറ്റഫർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ബ്രെയിനിനെ പറ്റി സംസാരിക്കുന്നത്. അല്ലേ, ഇതാണ് അതിൻ്റെ ഒരു മെറ്റഫർ. അവിടുന്ന് ഒരു സാധനം എടുക്കുക. ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരാളാണ്, കമ്പ്യൂട്ട് ചെയ്യുന്നൊരാളാണ്. ഓക്കെ, ഇപ്പോൾ അക്കൗണ്ടൻ്റ് എന്നൊക്കെ പറയുന്ന ഒരാളാണ് കമ്പ്യൂട്ടർ. പണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്ന ആളെയാണ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. ആ കമ്പ്യൂട്ടറാണ് ഒരു മെഷീനായിട്ട് മാറുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെഷീനാണ്. പക്ഷേ നിങ്ങൾ ഈ മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ തിരിച്ച് ബ്രെയിൻ ചെയ്യുന്ന കമ്പ്യൂട്ടിംഗ് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഈ മെറ്റഫേഴ്സ് നമ്മളെ പറ്റിക്കുന്നതിൻ്റെ ഒരു വഴി. ഇതാണ് മെറ്റഫോറിക്കായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ അതിൽ നിന്നൊരു സാധനം എടുക്കുന്നു, അത് വെച്ചിട്ട് അതിനെ തന്നെ ഇങ്ങനെ തന്നെയല്ലേ അത് നോക്കുന്നതെന്നാണ്. അല്ലേ, കമ്പ്യൂട്ട് ചെയ്യുന്ന ആൾ ആണ് കമ്പ്യൂട്ടർ, അതിനെ നമ്മളൊരു മെഷീൻ എന്നുള്ള രീതിയിൽ സങ്കല്പിക്കുന്നു. എന്നിട്ട് ഈ മെഷീൻ ചെയ്യുന്നത് സത്യത്തിൽ ഇത് തന്നെയല്ലേ നിങ്ങളുടെ ബ്രെയിൻ ചെയ്യുന്നതെന്ന് തിരിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ നമ്മൾ പല രീതിയിലുള്ള ടെലിഗ്രാഫ്, അല്ലെങ്കിൽ ടെലിഫോൺ എക്സ്ചേഞ്ച്, ടെലിഫോൺ സ്വിച്ച് ബോർഡ്, ഹൈഡ്രോളിക് ആയിട്ടുള്ള എൻജിൻ, ഹൈഡ്രോളിക് സിസ്റ്റം, ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ബ്രെയിനിനെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ആരും അങ്ങനെ അംഗീകരിക്കുന്നില്ല. കമ്പ്യൂട്ടർ അല്ല ബ്രെയിൻ എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സിസ്റ്റമായിട്ട്, അതായത് ഡേറ്റാ പ്രോസസ്സിങ്ങിൻ്റെ ഒരു സിസ്റ്റമായിട്ട് ബ്രെയിനിനെ മനസ്സിലാക്കുന്ന ഈ ആശയത്തിൻ്റെ ചില മോഡൽസ് ഒന്ന് പരിശോധിക്കാം, വളരെ ക്യുക്കായിട്ടൊന്ന് പരിശോധിക്കാനാണ്. ഒരു പ്രോഗ്രാംഡ് ആയിട്ടുള്ള മെഷീൻ. ബ്രെയിൻ അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നൊരു സാധനം അല്ല, എങ്കിലും ഈ പ്രോഗ്രാംഡ് മെഷീൻ എന്ന് പറയുന്ന ആശയം, ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ആണ് അല്ലേ. പ്രോ എന്ന് പറയുന്നത് മുന്നേ എന്നാണ്, ഗ്രാം എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാണ്, റൈറ്റിംഗ് ആണ് ഗ്രാം. മുന്നേ എഴുതപ്പെട്ടത് അല്ലേ, നമ്മൾ സാധാരണ തലയിലെഴുത്ത് എന്നൊക്കെ പറയും. തലയിലെഴുത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, പ്രോഗ്രാമാണ്, മുന്നേ എഴുതിയിട്ടുള്ളതാണ്. നിങ്ങൾ എഴുതുന്നതല്ല തലയിലെഴുത്ത്, മുന്നേ എഴുതപ്പെട്ടിട്ടുള്ള എന്തോ ഒരു സാധനം നിങ്ങളുടെ ഉണ്ടെന്നാണ്. ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ അർത്ഥം ശരിക്കും. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു മെഷീനായിട്ട് തലച്ചോറിനെ കാണുക. അപ്പോൾ ആരാ ഇത് പ്രോഗ്രാം ചെയ്തത്? സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട്, ആരാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്? അപ്പോൾ മുമ്പത്തെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് പ്രോഗ്രാംഡ് ബൈ എ ഡിവൈൻ അല്ലേ, ഇൻ്റലിജൻസ്, ഒരു ദൈവമാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതൊരു ഹാർഡ്വെയർ മാത്രമാണ്, ഇത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഒരു ദൈവമായിരിക്കണം. ഓക്കെ, അത് ഹ്യൂമൻ ആയിട്ടുള്ള സാധനമല്ല. അല്ലെങ്കിൽ ഹ്യൂമൻ ബ്രെയിൻ ഈസ് എ വീക്കർ കോപ്പി ഓഫ്, ഹ്യൂമൻ ഇൻ്റലിജൻസ് ഈസ് എ വീക്കർ കോപ്പി ഓഫ് ഡിവൈൻ ഇൻ്റലിജൻസ്. ഡിവൈൻ ഇൻ്റലിജൻസിൻ്റെ ഒരു വീക്കർ ആയിട്ടുള്ളൊരു കോപ്പി മാത്രമാണ് നിങ്ങളുടെ. അപ്പോൾ ഇത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് മുഴുവൻ ആ തലയിലെഴുത്താണത്, പ്രോഗ്രാംഡാണ്. ഓക്കെ, മുമ്പേ എഴുതപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ദൈവികമായ ചില ലിഖിതങ്ങൾ ഉൾക്കൊള്ളുന്ന, ചില കോഡുകൾ ഉൾക്കൊള്ളുന്ന
ഒന്നാണ് നിങ്ങളുടെ ബ്രെയിൻ എന്നുള്ളൊരു സങ്കല്പം. ഇതിന് രണ്ട് തലമുണ്ട് ഒരു പക്ഷേ. ഒന്ന് ഞാൻ പറയാം, അതിന് ഒരു തിയോളജിക്കലായിട്ടൊരു തലമുണ്ട്. തിയോളജിക്കൽ തലമാണ് ഇപ്പോൾ നമ്മൾ ഏതാണ്ട് പറഞ്ഞത് അല്ലേ. ദൈവമാണ് നിങ്ങളുടെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു തിയോളജിക്കൽ എന്ന് വിളിക്കാവുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട്. നേരെ വെച്ചാൽ കാർട്ടീസിയൻ ആയിട്ടുള്ളതിലേക്ക് വരുമ്പോൾ ഈ തിയോളജിയെ മാറ്റിയിട്ട് ഇതിനെ കാണുകയാണ്. തിയോളജിയുടെ ആ ഗോഡ് മാറിയിട്ട് ഇവിടെ ഇത് പ്രോഗ്രാം ചെയ്യുന്നതിന് പിന്നിൽ ഗോഡല്ല, പക്ഷേ ഒരു ഗോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ട്. ഇതിനെയാണ് മൈൻഡ് എന്ന് സാധാരണ നമ്മൾ വിളിക്കുന്നത്. മൈൻഡാണ് അവിടെ ഉള്ളത്. അത് വേണമെങ്കിൽ റാഷണൽ സോൾ എന്നാണ് ദെക്കാർത്ത് ഉപയോഗിക്കുന്ന വാക്ക്, മൈൻഡല്ല. റാഷണൽ സോൾ എന്ന് പറഞ്ഞാൽ ആ പറയാ സോൾ എന്ന് പറയുന്നത് തിയോളജിക്കലായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള നോഷൻ്റെ ഒരു ബാക്കി അവിടെ കിടപ്പുണ്ട്. ഓക്കെ, സംതിങ് ആണ് പ്രയർ ടു. ബോഡിക്ക് പിന്നിൽ എന്തോ ഒരു ഭൂതം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഗോസ്റ്റ് ഇൻ ദ മെഷീൻ എന്ന് റായൽ വിളിക്കുന്ന ഒരു ഗോസ്റ്റ് ഇൻ ദ മെഷീൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ ഒരു കാർട്ടീസിയൻ വേർഷനാണ്. അപ്പോൾ ബ്രെയിൻ ഒരു ഹാർഡ്വെയർ ആണെങ്കിൽ ഓക്കെ, അതിനെ പ്രവർത്തിപ്പിക്കുന്ന, അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ളത് ദെക്കാർത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അത് വേറൊരു കാര്യം. പീനിയൽ ഗ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില ഹൈപ്പോത്തിസിസ് അവതരിപ്പിക്കുന്നുണ്ട്, പീനിയൽ ഗ്ലാൻഡിലൂടെയാണ് ഇത് നടക്കുന്നതൊക്കെ. എങ്കിൽ പോലും ഈ ബ്രെയിനിനെ ആക്റ്റീവാക്കുന്ന, ഇൻ്റലിജൻ്റ് ആക്കുന്ന, അതിനെ ഫങ്ഷണൽ ആക്കുന്ന ഗോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ഉണ്ട് അല്ലേ. തിങ്കിങ് സബ്സ്റ്റൻസ് എന്നൊക്കെ ദെക്കാർത്ത് വിളിക്കുന്ന, ഓക്കെ, ദ തിങ്ക് ദാറ്റ് തിങ്സ് എന്നൊക്കെ ദെക്കാർത്ത് വിളിക്കുന്ന, ഇപ്പം നമ്മൾ മൈൻഡ് എന്ന് വിളിക്കുന്ന അതെവിടെയോ ഉണ്ട് എന്നുള്ളതാണ് ദെക്കാർത്തിൻ്റെ വാദം. അതെവിടെയാണെന്നറിയില്ല, പക്ഷെ അതെവിടെയോ ഉണ്ട്. ഓക്കെ, ഉണ്ടെന്ന് പറയുമ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. അത് ബോഡിയുടെ ഉള്ളിൽ എവിടെ ഇല്ല. നിങ്ങളെവിടെ ബോഡി തുറന്നു നോക്കിയാലും കാണാൻ പറ്റാത്ത ഗോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്, നിഗൂഢമായിട്ടുള്ള ഒന്നാണ്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയോറിറ്റിയാണത്. ഒരു നിഗൂഢമായ ഒരു ഉള്ളാണ്. ബോഡിയുടെ ഉള്ളിൽ എന്ന് പറയാൻ കഴിയില്ല. ബോഡിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് ഫിസിക്കലാണ് അല്ലേ. അതിന് എക്സ്റ്റൻഷൻ ഉണ്ടാവണം, സ്പേഷ്യാലിറ്റി ഉണ്ടാവണം. ഇത് സ്പേഷ്യൽ അല്ലാത്ത, എക്സ്റ്റൻഷൻ ഇല്ലാത്ത ഒരു ഗോസ്റ്റ്ലി ഓക്കെ ഒരു സബ്സ്റ്റൻസ് എന്നുള്ള ഒരു പരികല്പന വെച്ചാണ് ദെക്കാർത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ തിയോളജിക്കലായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമറുടെ ഓക്കെ ആ ആശയത്തിന് പകരം മറ്റൊരാശയം അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിന് ഈ പ്രോഗ്രാംഡ് എന്നുള്ളതിന് വേണമെങ്കിൽ രണ്ട് തലം കാണാം. ഒന്ന് തിയോളജിക്കലായിട്ടുള്ളൊരു തലം, മറ്റൊന്ന് അതിൻ്റെ കാർട്ടീസിയൻ എന്നൊക്കെ നമ്മൾ വിളിക്കാവുന്നൊരു തലം കാണാൻ പറ്റും. പക്ഷേ ദെക്കാർത്ത് ബ്രെയിനിനെ കാണുന്നത് ഇങ്ങനെയൊന്നല്ല കേട്ടോ. ബ്രെയിൻ എന്ന് പറയുന്നത് സെൽഫ് മൂവിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ബ്രെയിനിനെ കാണുന്നത്. അത് ഞാൻ പറഞ്ഞത് ദെക്കാർത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് സത്യത്തിൽ. എങ്ങനെയാണ് ഈ ഹൈഡ്രോളിക് രീതിയിൽ ബ്രെയിനിനെ കാണാൻ കഴിയുക എന്നുള്ള ആ മോഡൽ പ്രധാനമായിട്ട് അവതരിപ്പിക്കുന്നത് തന്നെ സത്യത്തിൽ ദെക്കാർത്താണ്. ഈ ഒരു ആശയത്തിന് എതിരായിട്ട് വന്നിട്ടുള്ളൊരു ആശയമാണ് ഈ സിൻടാക്റ്റിക് എൻജിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് സിൻടാക്റ്റിക് ആയിട്ടാണ്. സിൻടാക്റ്റിക് എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫോർമലായിട്ടുള്ള ചില ചിട്ടകളിലൂടെ വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് ബ്രെയിൻ. ഒരു പക്ഷേ AI എന്ന് പറയുന്നതിൻ്റെ തുടക്കം ഈ ആശയമാണ്. സിൻടാക്റ്റിക്കലി വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ബ്രെയിൻ എന്നുള്ള ആശയമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തുടക്കം ഒരു പക്ഷേ ഇതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ പറയാം ഫിലോസഫിയുടെ ഒരു ബ്രെയിൻ ചൈൽഡാണ്. ആ പറയുന്നതിൽ ഒരു തെറ്റില്ലാന്ന് ഞാൻ പറയും. ഫിലോസഫിയുടെ ബ്രെയിൻ ചൈൽഡാണ്. കാരണം ഫിലോസഫി സത്യത്തിൽ പണ്ട് കാലം മുതലേ ആലോചിച്ചിരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ലോജിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആവുന്നത്, നിങ്ങളുടെ ചിന്തയിലൊരു ഫോർമൽ സ്ട്രക്ചർ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ. ഡിഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഇസ് എ മാൻ ദെർഫോർ സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്ന് പറയുന്ന അരിസ്റ്റോട്ടലിയൻ ഇത് തന്നെ എന്താണ് വാസ്തവത്തിൽ ശ്രമിക്കുന്നത്, നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡിഡക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഫോർമലിയാണത് അല്ലേ. അതിന് കണ്ടൻറ്റായിട്ട് പ്രശ്നമില്ല. അപ്പം ഞാൻ എവിടെയോ 2-3 സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാ പട്ടികളും പൂച്ചകളാണ്, ഇതൊരു പട്ടിയാണെങ്കിൽ ഇതൊരു പൂച്ചയാണ്. ഓക്കെ, ഇത് വാലിഡാണ് ഫിലോസഫിയിൽ അല്ലേ. ലോജിക്കലി ഇത് വാലിഡാണ്. അതിൻ്റെ അത് തെറ്റോ ശരിയോ അല്ലെങ്കിൽ അത് ഫാക്ച്വലി ശരിയോ തെറ്റോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം. നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ എയും ബി ആണെങ്കിൽ ഇത് എ ആണെങ്കിൽ ഇത് ബി ആണ്. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻ തന്നെ വർക്ക് ചെയ്യുന്നത് ഈ രീതിയിൽ സിൻടാക്റ്റിക് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നത്. സിൻടാക്റ്റിക് ലോജിക്ക് രണ്ടാണ്, പക്ഷേ ഫോർമലിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നോ പട്ടി പൂച്ചയല്ല ഉള്ള ഫാക്ച്വലായിട്ടുള്ള ഇൻഫർമേഷനൊന്നും അതിന് പ്രശ്നമല്ല. അത് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഫോർമലി ആയിട്ടാണ്. ഇത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ഒരു ഫോർമൽ സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാണല്ലോ AI എന്ന് പറയുന്നത്. ഇതേപോലെ ഫോർമലായിട്ട് വർക്ക് ചെയ്യുന്ന, സിൻടാക്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് AIയുടെ ഒരു പ്രശ്നം. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ പറയാം AI എന്ന് പറയുന്നത് തത്വചിന്തയുടെ
ഒരു ബ്രെയിൻ ചൈൽഡ് എന്നുള്ള വാക്ക് വേണേൽ ഉപയോഗിക്കാം. ബ്രെയിൻ ചൈൽഡാണ്. പക്ഷേ ആ ബ്രെയിൻ ചൈൽഡ് ഒരു മുടിയനായ പുത്രനാണ്. കാരണം അത് ഫിലോസഫിയെ തന്നെ അവതാളത്തിലാക്കുന്ന ഒരു 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 സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ തിങ്കിങ് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഫിലോസഫിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ എയുടെ കാലത്ത് ഫിലോസഫി എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിവേ, ഈ സിൻടാക്റ്റിക് എഞ്ചിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വഭാവം, ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പോൾ എയുടെയൊക്കെ തുടക്കം എന്ന് വിളിക്കാവുന്ന അലൻ ട്യൂറിങ്ങിൻ്റെ എസ്സേ 1950 തോന്നുന്നു. ആ എസ്സേ വരുന്നത് തന്നെ കമ്പ്യൂട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ആ എസ്സേ. ഇപ്പം നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള കാർട്ടീസിയൻ എന്ന് വിളിക്കുന്ന ആ ഒരു ആശയത്തിനെതിരായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്ന ഈ പറഞ്ഞ പ്രോഗ്രാം, ഓക്കെ, ഒരു ഗോസ്റ്റ് എന്നുള്ള ആശയത്തിനൊക്കെ എതിരായിട്ടുള്ള ഈ ഗോസ്റ്റ് എന്ന് പറയുന്ന മെറ്റഫറിനെതിരായിട്ടുള്ളൊരു സമരമാണ് 1940 ശേഷം തത്വചിന്തയിലും ലോകത്തെ പ്രധാനപ്പെട്ട ഈ ബുദ്ധിയെ പറ്റിയുള്ള ഗവേഷണങ്ങളിലും ചിന്തയിലൊക്കെ പ്രധാനമായിട്ടുള്ള ആശയമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഗിൽബർട്ട് റയലിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൺസെപ്റ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം 1949 അത് പബ്ലിഷ് ചെയ്തത്. 1950 അലൻ ട്യൂറിങ്ങിൻ്റെ ഈ പുസ്തകം വരുന്നത്, അതായത് ഈ പേപ്പർ വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനമായിട്ട് കരുതപ്പെടുന്ന ട്യൂറിങ്ങിൻ്റെ ഈ പേപ്പർ വരുന്നത്. മാത്രമല്ല അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് റയൽ എഡിറ്ററായിട്ടുള്ള മൈൻഡ് എന്ന് പറഞ്ഞ ജേണലിലാണ്. അതുകൂടി ആലോചിക്കണം നിങ്ങൾ. മൈൻഡ് എന്ന് പറയുന്ന ഫിലോസഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജേണലായിട്ട് കരുതപ്പെടുന്ന ആ ജേണലിലാണ് അലൻ ട്യൂറിങ്ങിൻ്റെ ആദ്യത്തെ ഈ പേപ്പർ പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ എഡിറ്ററായിരുന്നത് ഗിൽബർട്ട് റയലായിരുന്നു. ഗിൽബർട്ട് റയലാണ് ഈ കാർട്ടീസിയൻ ആയിട്ടുള്ള ഈ മൈൻഡ് എന്ന് പറയുന്ന മെറ്റഫർ വെച്ചുകൊണ്ട് നിങ്ങൾ ബ്രെയിനെയും ഒക്കെ ചിന്തിക്കുന്ന ആ ഒരു മോഡലിനെതിരെ വളരെ ഗംഭീരമായിട്ടൊരു സമരം ശരിക്കും തുടങ്ങുന്നത് തന്നെ ഗിൽബർട്ട് റയലാണ്. ഗോസ്റ്റ് ഇൻ ദ മെഷീൻ എന്ന് പറയുന്ന ആശയം എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ഉള്ളിലെ ഗോസ്റ്റാണ് ദെക്കാർത്തിൻ്റെ ഈ പറഞ്ഞ മൈൻഡ് എന്നുള്ളത്. അപ്പോൾ ഈ മൈൻഡിനെ എങ്ങനെ ഉച്ചാടനം ചെയ്യും, ഈ ഗോസ്റ്റിനെ എങ്ങനെ ഉച്ചാടനം ചെയ്യും എന്നുള്ളതാണ് ഒരു പക്ഷേ ആ കാലത്ത് തത്വചിന്തയും അതുപോലെ ഈ പറഞ്ഞ ബ്രെയിനിനെ കുറിച്ചുള്ള സ്റ്റഡീസിനെയൊക്കെ സജീവമാക്കിയ ആശയങ്ങളിലൊന്ന്. അപ്പോൾ അതിൻ്റെ ഒരു നേരെ അതാണ് ഞാൻ പറഞ്ഞത്, ആ കണക്ഷൻ സൂചിപ്പിക്കാനാണ്. 1949 ഈ പുസ്തകം വരുന്നത്, 50 ട്യൂറിങ്ങിൻ്റെ ഈ പേപ്പർ വരുന്നത്. മാത്രമല്ല റയൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ജേണലിലാണ് ഇത് വരികയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആശയം എന്താണ്? അതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്, ഇപ്പോൾ റയലാണ് ഞാൻ പറഞ്ഞു ഗോസ്റ്റ് ഇൻ ദ മെഷീൻ എന്ന് പറയുന്നത്. അപ്പം റയൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയുന്നൊരു കാര്യമാണ്. മൈൻഡ് ഒരു മെറ്റഫറാണ്, അല്ലാതെ മൈൻഡ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് എന്ന രീതിയിൽ കാണുന്നത് ആ കാണുന്നത് ശരിയല്ല, അങ്ങനെ ഇമാജിൻ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് റയലിൻ്റെ ആശയം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന് മുമ്പ് തന്നെ ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്പിനോസയെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഡ്യുവലിസ്റ്റ് ആയിട്ടുള്ളൊരു ചിന്തയ്ക്കെതിരെ ഒരു വാദം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കൈ ഉയർത്തുകയാണ്. ഈ കൈ ഉയർത്തുക എന്ന് പറയുന്ന ഈ ഇവൻറ്റിനെ നിങ്ങൾക്ക് ബോഡിലി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഓക്കെ, ഫിസിയോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മെൻ്റൽ ലാംഗ്വേജ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇൻറ്റൻഷൻ, ഓക്കെ, ഡിസയർ, ഇങ്ങനെ പല ഇൻറ്റൻഷൻ, ഡിസയർ എന്ന് പറയുന്ന മെൻ്റൽ ലാംഗ്വേജ് ഉപയോഗിച്ചും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈ ഇവൻറ്റ് രണ്ടാന്നല്ല, ഇവൻറ്റ് ഒന്ന് തന്നെയാണ്. ദ സെയിം ഇവൻറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ 2 ലാംഗ്വേജസ്, ഓക്കെ, ഇൻ ഫിസിക്കൽ ലാംഗ്വേജ് ആൻഡ് ദ മെൻ്റൽ ലാംഗ്വേജ്. സോ മൈൻഡ് ആൻഡ് ബോഡി ആർ 2 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ്, 2 ലാംഗ്വേജസ് ആണത്. ഒരു ഇവൻറ്റിനെ നിങ്ങൾ 2 രീതി കാണാൻ പറ്റുന്നു മാത്രം, അല്ലാണ്ട് ഒരു മൈൻഡ് അതിൻ്റെ പിന്നിലുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് സ്പിനോസയാണ് ആദ്യമായിട്ട് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നീട് പല വഴികളിൽ ഈ കാർട്ടീസിയനായിട്ടുള്ള ഈ ഗോസ്റ്റിനെ എങ്ങനെ ഉച്ചാടനം ചെയ്യും എന്നുള്ള ഒരു ശ്രമം വളരെ സജീവമായിട്ട് യൂറോപ്പിലും ഈ ഗവേഷണ രംഗത്തൊക്കെ നടന്നതിൻ്റെ ഫലങ്ങളാണ് ഒന്ന് റയലിൻ്റെ ഈ ആശയവും കൺസെപ്റ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകവും, അതിനെ തുടർന്നും അതിൻ്റെ പിന്തുടർന്നുകൊണ്ട് തന്നെ അലൻ ട്യൂറിങ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ആശയവും വരും. അതിൻ്റെ ഒരാശയം ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുള്ള ചുരുക്കി പറയുകയാണ്, ചില പുതിയ ആൾക്കാർ പലതും ഉള്ളതുകൊണ്ട്. ട്യൂറിങ്ങിൻ്റെ ടെസ്റ്റ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, ട്യൂറിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ട്യൂറിങ് ടെസ്റ്റ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു മെഷീനെയും ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയും ഒരു 2 മുറികളിൽ ഇരുത്തുക. നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നു, 2 ഇതിൽ നിന്ന് മറുപടി കിട്ടുന്നു. ഈ മറുപടിയിൽ ഇതിലേതാണ് മെഷീൻ, ഏതാണ് ഹ്യൂമൻ ബീയിങ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ മെഷീൻ ആ ടെസ്റ്റ് വിജയിച്ചു. ഇതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞത്, അല്ലേ? അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവാണ് ഇൻ്റലിജൻസ് എന്നുള്ളതാണ് ഒരു ആശയം. ഒരു കാര്യത്തോട് നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇൻ്റലിജൻറ്റ് ബിഹേവിയറാണ്. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് ചിലപ്പോൾ ഫാക്ച്വലി തെറ്റായിരിക്കും. ഓക്കെ, ഫാക്ച്വലി അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് പ്രശ്നമല്ല. ഞാൻ സാധാരണ പറയാറുള്ള ഉദാഹരണമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഒരു മെഷീൻ
പിണറായി വിജയൻ എന്ന് ഉത്തരം പറഞ്ഞാൽ ആ ബിഹേവിയർ ഇൻ്റലിജൻ്റ് ആണ്. നിങ്ങൾ ചോദ്യത്തിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസറാണത്. ഫാക്ച്വലി അത് തെറ്റാണ് എന്നേ ഉള്ളൂ. ഫാക്ച്വലി തെറ്റ് ഇപ്പോൾ ഹ്യൂമൻ ഇൻ്റലിജൻസിനും പറ്റാം അല്ലേ? ഇപ്പം അമേരിക്കയിലെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് അറിയില്ല, ചിലപ്പോൾ ഞാൻ പിന്നെ പഴയ ആളുടെ പേരായിരിക്കും പറയാം. അത് ഹ്യൂമൻ ഇൻ്റലിജൻസിനും പറ്റുന്നൊരു കാര്യമാണ്. മെമ്മറിയിൽ വരുന്ന തെറ്റ് അല്ലെങ്കിൽ ഫാക്ച്വലി നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആവില്ല. പക്ഷേ ഞാൻ പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ബിഹേവിയർ ഇൻ്റലിജൻ്റ് ആണ്. അപ്പോൾ ഒരു മെഷീൻ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഫാക്ച്വൽ ആയിട്ടുള്ള സാധനമല്ല, ഫോമലി സിൻടാക്റ്റിക്കലി നിങ്ങൾ ഒരു കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ സിൻടാക്റ്റിക് ആയിട്ടാണ് മെഷീൻ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ബ്രെയിനും വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഐഡിയകളും ഒക്കെ വേറെ കാര്യം, പക്ഷേ വർക്ക് ചെയ്യുന്ന ബേസിക്കലി അത് സിൻടാക്റ്റിക്കാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആശയം. അപ്പോൾ ട്യൂറിംഗ് ആണ് ആദ്യമായിട്ട് ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ആശയത്തിലൂടെയാണ് പിന്നീട് അങ്ങനത്തെ മെഷീൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള ആശയവും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ? ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സിൻടാക്റ്റിക്കലി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന, റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീൻ ഉണ്ടാക്കുക എന്നുള്ള ആശയമൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നു. അതിനോടുള്ള ഒരു പ്രധാനപ്പെട്ട ആ മോഡലിൽ നിന്നുള്ള ഒരു വ്യതിയാനം അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കായിട്ട് വന്നിട്ടുള്ളൊരു ആശയമാണ് ബ്രെയിനിനെ ഒരു സെമാൻറ്റിക് എഞ്ചിനായിട്ട് കാണുന്നത്, സിൻടാക്റ്റിക് അല്ല. ഓഫ്കോഴ്സ് സിൻടാക്റ്റിക് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ടെങ്കിലും സെമാൻറ്റിക് ആയിട്ടൊരു ആസ്പെക്ട്. സെമാൻറ്റിക് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു കാര്യത്തോട് റെസ്പോണ്ട് ചെയ്യലല്ല, നിങ്ങളത് ഗ്രഹിക്കുക എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ്, ഗ്രഹണം ഉണ്ടാവുകയാണ്. അത് സിൻടാക്റ്റിക്സിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. ഓക്കെ, ഹ്യൂമൻ ബ്രെയിനിന് അങ്ങനെ സിൻടാക്റ്റിക്കായിട്ട് വർക്ക് ചെയ്യല്ല ചെയ്യുന്നത്, അത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, വെറുതെ റെസ്പോണ്ട് ചെയ്യല്ല ചെയ്യുന്നത്, ഫോർമലി റെസ്പോണ്ട് ചെയ്യല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ഉൾക്കൊള്ളുക എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്. ഈ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലാക്കുക എന്നുള്ളതാണ് അല്ലേ? നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്ങിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ. ഇതാണ് സേളിൻ്റെ ഒരു പരീക്ഷണം, വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമായിട്ട് ഫിലോസഫി ഓഫ് മൈൻഡിലും കോഗ്നിറ്റീവ് സയൻസിലൊക്കെ പഠിക്കുന്ന ജോൺ സേളിൻ്റെ പരീക്ഷണം പ്രധാനമാവുന്നത്. ജോൺ സേളിൻ്റെ ചൈനീസ് റൂം എക്സ്പെരിമെൻ്റ് എന്നാണ് അതിനെ പറയുക. നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ? ചൈനീസ് റൂം എക്സ്പെരിമെൻ്റ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ട് പറയാം. ഒരു മുറിയിൽ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരാൾ ഇരിക്കുന്നു. ഒരു ക്യാബിൻ്റെ ഉള്ളിൽ. അയാളോട് നിങ്ങൾ ആ മുറിയിലേക്ക് ഒരു ചോദ്യം, നിങ്ങൾ റിട്ടൺ ആയിട്ടുള്ള ഒരു ചോദ്യം, ഒരു സെൻറ്റൻസ്, ചൈനീസ് ലാംഗ്വേജ് അയാൾക്ക് അറിയില്ല, അയാൾക്ക് ചൈനീസ് സ്ക്രിപ്റ്റിൽ ഒരു പ്രസ്താവന അയാൾക്ക് കിട്ടുന്നു. ഈ ചൈനീസ് ലിപികൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കുന്നതിന് അയാളെ സഹായിക്കുന്ന ഒരു മാനുവൽ അയാളുടെ കയ്യിലുണ്ടെന്ന് വയ്ക്കുക. ഓക്കെ, ഒരു പുസ്തകമുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിത്രം കണ്ട ഇതിന് ഇങ്ങനൊരു ചിത്രം ആണ് അടുത്ത് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന. അർത്ഥം അറിയില്ല, അതിൽ അർത്ഥമില്ല, ഇംഗ്ലീഷിൽ അതിൽ അർത്ഥമില്ല. ഓക്കെ, അർത്ഥമറിയാത്ത രീതിയിലുള്ള ഈ ചിത്രങ്ങൾ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു മാനുവൽ, ഒരു കൈപ്പുസ്തകം അയാളെടുത്തുണ്ടെന്ന് വയ്ക്കുക. അതിൽ ഈ കൈപ്പുസ്തകം നോക്കിയിട്ട് അതിന് സമാനമായി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ അക്ഷരങ്ങൾ പെറുക്കി വെച്ചിട്ട് ഒരു മറുപടി ആണോ എന്ന് അയാൾക്കറിയില്ല, തയ്യാറാക്കുന്നു, അത് പുറത്തേക്ക് കൊടുക്കുന്നു. വീണ്ടും ഒരു പ്രസ്താവന കിട്ടുന്നു, വീണ്ടും അതിനോട് റെസ്പോണ്ട് ചെയ്ത് വേറൊരു സാധനം കൊടുക്കുന്നു. തുടർച്ചയായിട്ട് ഇത് ആവർത്തിക്കുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് വളരെ കൃത്യമാണ്, ചൈനീസ് ലാംഗ്വേജിൽ ചോദ്യം ചോദിക്കുന്നു, അതിൽ ചൈനീസ് ലാംഗ്വേജിൽ മറുപടി പറയുന്നു. കുറച്ച് കഴിഞ്ഞാൽ മാനുവൽ ഇല്ലാതെ തന്നെ ചിലപ്പോൾ അയാൾക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ മാനുവൽ വേണ്ട, അയാൾക്കത് ഇൻറ്റേർണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാനുവൽ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക്. പക്ഷേ അതിൻ്റെ ഇതെന്താ വെച്ചാൽ അയാൾക്ക് ചൈനീസ് അയാൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കും, പക്ഷേ അയാൾക്ക് ചൈനീസ് അറിയില്ല. അതാണ് സേള് പറയുന്നത്. നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത് ഇങ്ങനെ ഫോർമലായിട്ട് വർക്ക് ചെയ്യുന്നൊരു സാധനമല്ല സത്യത്തിൽ. നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്. ഈ മനസ്സിലാക്കൽ എന്ന് പറയുന്നത് സിൻടാക്റ്റിക്കലായിട്ടുള്ള സാധനമല്ല, അത് സെമാൻറ്റിക് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്, മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗ്രാസ്പിംഗ് ദ മീനിങ്, സിഗ്നിഫിക്കൻസ് ഓഫ് എ സിറ്റുവേഷൻ. ഈ ഗ്രാസ്പിംഗ് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിൻടാക്റ്റിക് അല്ല, അത് ഫോർമൽ അല്ല. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ബ്രെയിനിന് സംഭവിക്കുന്ന ഒരു കാര്യം. ബ്രെയിനിന് ഈ സിൻടാക്റ്റിക് ആയിട്ടുള്ളൊരു എഞ്ചിനല്ല, അത് സെമാൻറ്റിക് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. വേണമെങ്കിൽ സെമാൻറ്റിക് എഞ്ചിൻ എന്നുള്ള വാക്ക് സേൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും സെമാൻറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ? ഈ സെമാൻറ്റിക് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ ഇൻറ്റൻഷനാലിറ്റി എന്നാണ് സേൾ ഉപയോഗിക്കുന്ന വാക്ക്. ഇൻറ്റൻഷനാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ലോഡഡ് ആയിട്ടുള്ളൊരു വാക്കാണ്. അത് ഫിനോമിനോളജിയിലും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് റൂട്ട് ഉള്ളൊരു വാക്കാണ് ഇൻറ്റൻഷനാലിറ്റി എന്ന് പറയുന്നത്. ഇൻറ്റൻഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഒരു കാര്യത്തെ നിങ്ങൾ ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞു. ഒരു ഡിറക്റ്റഡ്നെസ് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് സാധാരണ ഫിനോമിനോളജിയിൽ. അതായത് നിങ്ങളുടെ കോൺഷ്യസ്നെസ്സിന്
പുറത്തുള്ള ഒന്നിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. ഓക്കെ, പുറത്തുള്ള ഒന്നിനെ ഉൾക്കൊള്ളാനുള്ള കഴിവാണ്. ഓക്കെ, ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അകത്താക്കുക എന്നാണ്, അല്ലേ? മനസ്സിലാക്കുക നമ്മൾ മലയാളത്തിൽ പറയും. അണ്ടർസ്റ്റാൻഡിങ്ങിന് മനസ്സിലാക്കുക എന്നുള്ള വാക്ക് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് മനസ്സിലാക്കലാണ്. മനസ്സിന് പുറത്തുള്ളൊരു സാധനത്തെ നിങ്ങൾ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുകയാണ്, ഉൾക്കൊള്ളുകയാണ്. ഈ ഉൾക്കൊള്ളാനുള്ള അതിൻ്റെ ഒരു ഡിറക്റ്റഡ്നെസ്സാണ്, ഒരു എബൌട്ട്നെസ്സാണ് ഇൻറ്റൻഷനാലിറ്റി. ഈ ഇൻറ്റൻഷനാലിറ്റിയാണ് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ സെമാൻറ്റിക് ആയിട്ടുള്ള ഒന്നിനെ കാണേണ്ടത് ഈ ഇൻറ്റൻഷനാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അതൊരു മെഷീൻ ഒരിക്കലും ഉണ്ടാവില്ല. മെഷീൻ സംസാരിക്കുമായിരിക്കും, മെഷീൻ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. മെഷീൻ പല കാര്യങ്ങളും ചെയ്യുമായിരിക്കും, പക്ഷെ അതിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുക ചെയ്യുന്നത്. അവിടെ ആസിഫ് ഇൻറ്റൻഷനാലിറ്റിയേ ഉള്ളൂ, ഇൻട്രിൻസിക് ഇൻറ്റൻഷനാലിറ്റി ഇല്ല എന്നാണ് സേളിൻ്റെ വാദം. ആസിഫ് ഇൻറ്റൻഷനാലിറ്റി എന്നൊരു വാക്കാണ്. ആസിഫ് എന്ന് പറഞ്ഞാൽ ആസിഫ്, ഓക്കെ, ഇറ്റ് അണ്ടർസ്റ്റാൻഡ് സംതിങ്. മനസ്സിലാക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അവിടെ മനസ്സിലാക്കൽ സംഭവിക്കുന്നില്ല ഒരു മെഷീനിന്. അത് ഹ്യൂമൻ ബ്രെയിനിന് മാത്രമാണ് ആ ഇൻട്രിൻസിക് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷനാലിറ്റി ഉള്ളത്. ഇതാണ്. അപ്പം അതിൽ വീക്ക് എ ഐ ഉണ്ട്, സ്ട്രോങ് എ ഐ, ഇങ്ങനെ രണ്ട് സ്ട്രോങ് എ ഐയും വീക്ക് എ ഐയും നമ്മൾ വ്യത്യാസം ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതാണ് മറ്റൊരു ബ്രെയിൻ ഒരു സിൻടാക്റ്റിക് എഞ്ചിൻ അല്ല, നേരെ മറിച്ച് സെമാൻറ്റിക് ആണ് എന്നുള്ളൊരു ആശയം. പിന്നീട് വന്നിട്ടുള്ള ഒരു പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം ബ്രെയിൻ എന്ന് പറയുന്നത് എംബോഡീഡ് ആണ് എന്നുള്ള ആശയം. ഈ എംബോഡീഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രെയിൻ റിസർച്ചിൽ, ന്യൂറോ സയൻസിലും കോഗ്നിറ്റീവ് സയൻസിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് ഇന്ന് വരുന്ന ഒരു ആശയമാണ് എംബോഡീഡ് ബ്രെയിൻ. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സംശയം നമുക്ക് തോന്നും, ഈ ബ്രെയിൻ എംബോഡീഡ് ആണെന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, ബ്രെയിൻ എംബോഡീഡ് ആണെന്ന് നമുക്കൊക്കെ അറിയില്ലേന്ന്. ബ്രെയിനിന് ബോഡി ഉണ്ടെന്നുള്ളത്, ബ്രെയിനിൻ്റെ ബോഡിയാണ്, ഫിസിക്കലായിട്ടുള്ള സാധനമാണ്. അപ്പോൾ എംബോഡീഡ് ബ്രെയിൻ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, എംബോഡീഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെയുണ്ട്, എംബോഡീഡ് ബ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്? ഇത് ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ച പോൾ റിക്കറിൻ്റെ ഒരു ചോദ്യം, ഓക്കെ, എൻ്റെ ബ്രെയിൻ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ഓക്കെ, എൻ്റെ കൈ, എൻ്റെ ശരീരം, എൻ്റെ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ തലച്ചോറ് എന്ന് എനിക്ക് പറയുമ്പോൾ അവിടെ ഒരിക്കലും എൻ്റെ എന്നുള്ള ഫീല് കിട്ടുന്നില്ല. കാരണം ബ്രെയിന് എൻ്റെ എന്ന് പറയാൻ കഴിയില്ല, അത് എവിടെയോ ഉണ്ട്. ഐ ഡു നോട്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്, ഐ കനോട്ട് ഫീൽ ഇറ്റ്, അല്ലേ? ഒരു ഫീൽ ചെയ്യുന്നൊരു സാധനമല്ല, ഒരു സബ്ജക്റ്റിഫൈ ചെയ്യാൻ കഴിയാവുന്നൊരു സാധനമല്ല. ഒരു ഒബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു തലച്ചോറാണ്, ഒരു ചോറ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ. ഈ എംബോഡീഡ് ബ്രെയിൻ എന്ന് പറയുന്ന ആശയം, ബ്രെയിൻ ഈസ് എസെൻഷ്യലി, ദർ ഇസ് നോ ഡിസംബോഡീഡ് ആയിട്ടുള്ളൊരു ബ്രെയിൻ എന്നുള്ളതാണ്. ബ്രെയിൻ ഈസ് എസെൻഷ്യലി ഇൻവേരിയബിളി എംബോഡീഡ് എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. എംബോഡീഡ് കോഗ്നീഷൻ എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ എംബോഡീഡ് ബ്രെയിൻ എന്ന് പറയുന്ന ആശയം, അതിന് ഒരു 4 അടരുകളുള്ളതായിട്ട് സാധാരണ പറയാറുണ്ട്. അതിലിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് ഈ 4E കൊഗ്നീഷൻ എന്നുള്ളതാണ്. 4E കൊഗ്നീഷൻ, ഓക്കെ, 4E, 4E കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ കൊഗ്നീഷൻ എന്ന് പറയുന്നത് എംബോഡീഡ് ആണ്, എംബഡഡ് ആണ്, ഇനാക്റ്റീവ് ആണ്, എക്സ്റ്റെൻഡഡ്, ഇങ്ങനെ 4 തരത്തിൽ 4 അടരുകൾ അതിന് കാണാറുണ്ട്. ബ്രെയിൻ അവിടെ ശരീരത്തിൻ്റെ എവിടെയോ ഒരു ഭാഗത്ത് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് കാണാതെ, ബ്രെയിൻ ഈസ് സംതിങ് വിച്ച് ഈസ് ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ യുവർ ബോഡി, ഓക്കെ, സ്പ്രെഡ് ഇൻ യുവർ ബോഡി. നമ്മുടെ കയ്യിൻ്റെ വിരലിൻ്റെ തുമ്പിലും ബ്രെയിൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ബ്രെയിനെ എങ്ങനെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തലസ്ഥാനത്ത് ഇങ്ങനെ ഇരുന്ന് എല്ലാവരുടെയും നിയന്ത്രിക്കുന്നൊരു സാധനം എന്നുള്ളതിന് അത് മാറിയിട്ട് ഫിസിയോളജിക്കലി എങ്ങനെയാണ് കാണുന്നത് നമ്മൾ, അല്ലേ? സയൻസിൻ്റെ രീതി നോക്കുകയാണ്, ഇവിടെ ഇരിക്കുന്നു, അല്ലേ? തലസ്ഥാനമാണ്, ക്യാപിറ്റൽ ആണത്, തലയിലാണ്. മറ്റു മുഴുവൻ അതിന് വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ് നിങ്ങളുടെ ശരീരത്തിൽ. നേരെ വെച്ചാൽ ബ്രെയിൻ നിങ്ങളുടെ എല്ലാ ശരീരത്തിലും മുഴുവനുള്ള ഒരു സംഗതിയായിട്ട്, ഓക്കെ, സ്പ്രെഡ് ഓൾ ഓവർ ദ ബോഡി. ടച്ചിൽ ഉണ്ട്, നിങ്ങളുടെ വിരലിൻ്റെ തുമ്പിലുണ്ട്, നിങ്ങളുടെ നഖത്തിലുണ്ട്. ഈ രീതിയിൽ ബ്രെയിനിനെ നിങ്ങൾ ഒന്ന് ഡീസെൻറ്റർ ചെയ്ത് മനസ്സിലാക്കുക, സെൻറ്ററിൽ നിന്ന് മാറ്റിയിട്ട് മനസ്സിലാക്കുക, ബോഡിയിൽ മുഴുവനുള്ള സംഗതിയായിട്ട്. ഇതാണ് അതിൻ്റെ ഒരു തലം. എംബഡഡ് എന്ന് പറയുമ്പോൾ എംബോഡിയിൽ മാത്രമല്ല, എംബഡഡ് എന്ന് പറയുന്നത് ബോഡിയിൽ മാത്രമല്ല, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തും അതുണ്ട്. നിങ്ങളുടെ സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലൊക്കേഷനിലും ഈ ബ്രെയിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ വിരലിലുണ്ട്, നിങ്ങളുടെ കാലിലുണ്ട്, നിങ്ങളുടെ ചർമ്മത്തിലുണ്ട്, നിങ്ങളുടെ രോമത്തിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് എംബഡഡ് ഇൻ സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള, ഓക്കെ. അപ്പോൾ ബ്രെയിനെ ആ മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അത് എംബഡഡ് ഇൻ സോഷ്യൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, സിറ്റുവേഷണൽ ആണത്. മറ്റൊന്ന് എക്സ്റ്റെൻഡഡ് എന്നുള്ളതാണ്. എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനപ്പുറത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന് ഞാൻ സാധാരണ പറയാറുള്ള ഉദാഹരണം, നിങ്ങളൊരു കാർ ഓടിക്കുന്ന സമയത്ത് ഏതോ ഒരു പോയിന്റിൽ കാറിൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും ഒന്നായിട്ട് മാറുന്നുണ്ട്. കാറിൻ്റെ പിന്നിൽ എന്തെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്ന അത്രയും കൃത്യമായിട്ട് നിങ്ങൾക്കത്, അല്ലേ,
ദ ബോഡി ഓഫ് ദ വെഹിക്കിൾ ബിക്കംസ് എ ബോഡി, യുവർ ഓൺ ബോഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ അപ്പുറത്തേക്ക് ബ്രെയിൻ പുറത്തേക്ക് കിടക്കുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ബോഡിയുടെ ബൗണ്ടറിയുടെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒന്നാണ് ബ്രെയിൻ എന്ന് സങ്കല്പിക്കുക. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്? അപ്പോൾ ഞാനിരുന്ന ചെരുപ്പിലുണ്ടാവും, അത് ഞാൻ ഉപയോഗിക്കുന്ന വസ്തുവിലുണ്ട്, എക്യുപ്മെൻറ്റ്സിലുണ്ട്. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നത് അങ്ങനെ ബോഡിയിൽ ലിമിറ്റ് ചെയ്യപ്പെടുന്ന, ബൗണ്ടറിയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നായിട്ടല്ലാതെ ബോഡിയുടെ അപ്പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന, എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒന്നായിട്ട്. പിന്നെ ഇനാക്റ്റീവ് എന്ന് പറയുന്നത് ബ്രെയിൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. ബ്രെയിൻ ഇസ് എ ക്രിയേറ്റീവ് കൈൻഡ് ഓഫ് തിങ്. അത് ലോകത്തെ റെപ്രസെൻറ്റ് ചെയ്യല്ല, ലോകത്തെ ഇനാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു മോഡലിലാണ് ഇപ്പോൾ ഈ കൊഗ്നിറ്റീവ് സയൻറ്റിസ്റ്റുകളൊക്കെ ഈ ഫോറി കൊഗ്നീഷൻ എന്ന് പറയുന്ന ആശയം വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബ്രെയിനെ പറ്റിയുള്ള പഴയ ഇമാജിനേഷൻ്റെ മുഴുവൻ ഒരു രീതി മാറുകയാണ്. ഇവിടെയാണ് ഈ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന പുതിയ ആശയം, മലാബു ഒക്കെ പറയുന്ന ഒരു ന്യൂറോളജിക്കൽ റെവല്യൂഷൻ എന്ന രീതിയിൽ കാണാവുന്ന ഒരു ആശയം വരുന്നത്. ഈ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിൻ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ് എന്നുള്ള ആശയം. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഈസ് എ എബിലിറ്റി ടു ട്രാൻസ്ഫോം വൺ സെൽഫ് വിത്തിൻ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്, എബിലിറ്റി ടു റീഓർഗനൈസ് ഇറ്റ് സെൽഫ് ബൈ ഫോമിംഗ് ന്യൂ കണക്ഷൻസ് എമംഗ് ന്യൂറോൺസ്. ബ്രെയിൻ ഗോസ് ബിയോണ്ട് വാട്ട് ഇറ്റ് ഈസ്. പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് ഞാൻ പറയാം. ഇത് ഇത്രയും ആശയങ്ങൾ. ബ്രെയിൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒന്നാണ്. ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫിലോസോഫിക്കലി നോക്കണം നിങ്ങളത്. ഫിലോസഫിക്കലി സ്പീക്കിംഗ് ട്രാൻസ് എന്ന് പറയുന്നത് ബിയോണ്ടാണ്, അല്ലേ? ഗോയിങ് ബിയോണ്ട് എന്നാണ്. ഒരു ഫോം ഇല്ലാത്തൊരു സാധനമായിട്ട് ബ്രെയിനിനെ കാണുക. ഇറ്റ് ഓൾവേസ് ഗോസ് ബിയോണ്ട് വാട്ട് ഇറ്റ് ഈസ്. അത് എന്താണോ അതിന് പുറത്ത് കിടക്കുന്നൊരു സാധനമായിട്ട് ബ്രെയിനിനെ കാണും. ഒരു റിജിഡ് ആയിട്ടുള്ള, ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഓക്കെ, ഒരു ചോറായിട്ട് അങ്ങനെ കാണാതെ, ഒരു ബ്രൂട്ട് റോ ആയിട്ടുള്ളൊരു സാധനമായിട്ട് കാണാതെ, അത് ഒരു ട്രാൻസെൻഡിങ് അതിലുണ്ട്. ട്രാൻസെൻഡിങ് എന്ന് പറഞ്ഞാൽ ലോഡഡ് ആയിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ ടേമാണ്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് എടുക്കുക. ഇറ്റ് ഈസ് ഗോയിങ് ബിയോണ്ട് ഇറ്റ്സ് ഫോം. ഓക്കെ, അതെന്താണ് എന്നുള്ളതിനെ എപ്പോഴും അതിവർത്തിക്കുന്ന ഒന്നായിട്ട് അതിനെ കാണാം. ഓക്കെ, ദർ ഇസ് ഓൾവേസ് എ കൈൻഡ് ഓഫ് പോസിബിലിറ്റി ഓഫ് ഗോയിങ് ബിയോണ്ട് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇതിനെയാണ് പ്ലാസ്റ്റിസിറ്റി. അപ്പോൾ പണ്ടത്തെ ഒരു ധാരണ എന്ന് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ മാത്രമാണുള്ളത്. കുട്ടികളെ നിങ്ങൾക്ക് പ്രത്യേക രീതിയിൽ ട്രെയിൻ ചെയ്താൽ കുട്ടികൾ അങ്ങനെ ചിന്തിക്കും. ഓക്കെ, പരിശീലനത്തിലൂടെ നിങ്ങളുടെ ബ്രെയിനിനെ പ്രത്യേക രീതിയിൽ ബെൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലേ? ഇതൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ന്യൂറോളജിക്കൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ട് അങ്ങനെയല്ല. ബ്രെയിൻ ആദ്യം മുതൽ അവസാനം വരെ പ്ലാസ്റ്റിക്കാണ്. അതെപ്പോഴും നിങ്ങൾക്ക് പ്രത്യേക രീതിയിൽ അതിനെ വളയ്ക്കാൻ പറ്റും, അത് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് അങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഒരു പ്ലാസ്റ്റിസിറ്റി ഉള്ള ഒന്നായിട്ട് ബ്രെയിനിനെ കാണുക എന്നുള്ളതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ആശയം. ബ്രെയിൻ സയൻസിൻ്റെ അല്ലെങ്കിൽ ന്യൂറോ സയൻസിൻ്റെ ഒക്കെ ലാംഗ്വേജിൽ പറയാച്ചാൽ സിനാപ്റ്റിക് ആയിട്ടുള്ള കണക്ഷൻസിലൂടെയാണ് എന്നുള്ളതാണ്. രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്, ഓക്കെ, കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു മീഡിയമായിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് സിനാപ്സ് എന്നുള്ളത് പറയുന്നത്. സിനാപ്റ്റിക് ആയിട്ടുള്ള കണക്ഷൻസിലൂടെ ബ്രെയിൻ അതെന്താണോ അതിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പുതിയ സിനാപ്റ്റിക് കണക്ഷൻസിലൂടെ അതിനെ തന്നെ റീഓർഗനൈസ് ചെയ്യുന്ന വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് ബ്രെയിനെ കാണാം. അതിൽ ആ റിജിഡിറ്റി ഒട്ടും ഇല്ലാത്തൊരു സാധനമാണ്. ഓക്കെ, ഇതാണ് ഈ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള ആശയത്തെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ആ പ്ലാസ്റ്റിക് ആശയം. ഇപ്പോൾ അതിൻ്റെ സാധാരണ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നതല്ല പ്ലാസ്റ്റിസിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനത്തെ എങ്ങോട്ട് വേണമെങ്കിൽ വളയ്ക്കാമെന്നാണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ബെൻഡ് ഇൻ ബോത്ത് സൈഡ്സ്, അല്ലേ? നിങ്ങൾക്ക് ഇങ്ങോട്ടും വളയ്ക്കാം, ഇങ്ങോട്ടും വളയ്ക്കാം. അതാണ് ഫ്ലെക്സിബിലിറ്റി. പക്ഷേ ബ്രെയിനിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു ഭാഗത്തേക്ക് വളച്ചാൽ അതാ പിന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇറിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു രീതിയിൽ വളയ്ക്കാൻ പറ്റും, പക്ഷേ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ റിവേഴ്സിബിൾ കൈൻഡ് ഓഫ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, യു ക്യാൻ ബെൻഡ് ഇറ്റ് ഇൻ എ പെർട്ടിക്കുലർ മാനർ ആൻഡ് again bend it in a different manner, but you cannot make it or you cannot reverse the whole process. Okay, irreversible ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം. ഈ പ്ലാസ്റ്റിസിറ്റിയാണ് ബ്രെയിനിനെ ഒരു ബ്രെയിനിനെ മറ്റൊരു ബ്രെയിനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന സാധനം. ഇപ്പോൾ എല്ലാ ബ്രെയിനും ഒരേ സ്ട്രക്ചറാണ്. ഓക്കെ, ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ഒന്നായിരിക്കും, പക്ഷേ അതിൻ്റെ കണക്ഷൻസിലൂടെ അത് ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഓക്കെ, പലതരത്തിലുള്ള കണക്ഷൻസിലൂടെ അത് ട്രാൻസ്ഫോം ചെയ്യുന്നത്, റീഓർഗനൈസ് ചെയ്യുന്ന രീതി, ഓക്കെ, അത് വ്യത്യസ്തമാണ്. അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ പ്ലാസ്റ്റിസിറ്റിയാണ് എന്നുള്ളതാണ് ഒരു ആശയം.
വളരെ മനോഹരമായ ഒരു ആശയം മലാബു പറയുന്നത്, ഫ്ലെക്സിബിലിറ്റി ഈസ് പ്ലാസ്റ്റിസിറ്റി മൈനസ് ഇറ്റ്സ് ജീനിയസ്. ജീനിയസ് ഇല്ലാത്ത പ്ലാസ്റ്റിസിറ്റിയാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി ആണ് നിങ്ങളുടെ ബ്രെയിൻ ഫ്ലെക്സിബിളാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ എങ്ങനെയും ലീഡ് ചെയ്യാൻ പറ്റും, എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷേ അതല്ല പ്ലാസ്റ്റിസിറ്റിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഏന്നോ നിങ്ങളൊരു പ്രത്യേക രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു റെസിസ്റ്റൻസ് അതിലുണ്ടാകുമ്പോൾ മാത്രമാണ് പ്ലാസ്റ്റിസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ബ്രെയിനിൻ്റെ ഒരു സ്വഭാവം റെസിസ്റ്റൻസ് ആണ് എന്നുള്ള ആശയമാണ് മലാബു അവതരിപ്പിക്കുന്ന ഒരു ആശയം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹെഗേലിയൻ ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു ട്രഡീഷനിൽ നിന്ന് അവർ ഈ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ആശയം എടുക്കുന്നത്. ദരിദ്രയായാലും ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഈ പുതിയ ആളുകൾ, പ്രത്യേകിച്ച് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന ഫ്രഞ്ച് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾക്ക് ഒരു പ്രധാനപ്പെട്ട ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഹെഗൽ. ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ ലാക്കാനിയൻ ട്രഡീഷനിലൊക്കെ ഹെഗൽ വരുന്നുണ്ടെങ്കിൽ പോലും ഹെഗലിൻ്റെ ഈ ഒരു ആശയം, സത്യത്തിൽ ഹെഗൽ പ്ലാസ്റ്റിസിറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. സത്യത്തിൽ ഞാൻ വായിച്ചിരുന്ന അങ്ങനെ പ്ലാസ്റ്റിസിറ്റി എന്നൊരു ആശയം ഹെഗൽ പറഞ്ഞതായിട്ടില്ല. ചില പരാമർശങ്ങളുണ്ട്, പല റെഫറൻസസ് ഉണ്ട്. മലാബു അങ്ങനെയല്ല പറയുന്നത്. സത്യത്തിൽ ഹെഗലിലുള്ള പ്ലാസ്റ്റിസിറ്റി, ഹെഗൽ പ്ലാസ്റ്റിസിറ്റിയെ പറ്റി പറയുന്നത്, ഹെഗൽ പറയുന്ന ഒരു കാര്യം ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ്. സിസ്റ്റം എന്നുള്ള ആശയം, ഈ സിസ്റ്റം എന്നുള്ള ആശയമാണല്ലോ ഈ പറഞ്ഞ എല്ലാ ഡീകൺസ്ട്രക്ഷനിസ്റ്റുകളും ഒക്കെ എതിർക്കുന്നൊരാശയം. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് ഹെഗലിൻ്റെ ഒരു ആശയം. ഒരു പക്ഷേ സിസ്റ്റം ആൻഡ് ഫ്രീഡം ആർ നോട്ട് ആൻറ്റഗോണിസ്റ്റിക് എന്നുള്ളതാണ്. ഒരു സിസ്റ്റവും ഫ്രീഡവും പരസ്പര വിരുദ്ധമായ കാര്യമല്ല. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന, അതിനെ ഓവർകം ചെയ്യാനുള്ള ഫ്രീഡം കൂടി അടങ്ങിയതാണ് ഒരു സിസ്റ്റം. ഇതാണ് ഡയലക്റ്റിക് എന്നുള്ള ആശയമൊക്കെ വരുന്നത്. എ എന്ന് പറയുന്നത് എ ക്യാൻ ബി ഡിഫൈൻഡ് ഓൺലി ഇൻ ടേംസ് ഓഫ് സംതിങ് വിച്ച് ഇസ് എഗൻസ്റ്റ് എ, അല്ലേ? ഒന്നിനെ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പോസ് ചെയ്യുന്ന ഒന്നും കൂടി ഉൾപ്പെടുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഒന്നിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ തന്നെ നെഗേഷൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ആ ആശയം, അത് സിസ്റ്റം ആൻഡ് ഫ്രീഡം ആർ നോട്ട് ആൻറ്റഗോണിസ്റ്റിക് എന്നുള്ള ഈ ആശയത്തിൽ ഫ്ലെക്സിബിലിറ്റി എന്ന ആശയത്തിൻ്റെ ഒരു ബീജരൂപത്തിലുള്ള ഒന്ന് കണ്ടെത്തുകയാണ്. അവരുടെ ഈ ഫ്യൂച്ചർ ഓഫ് ഹെഗൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ വാക്കാണ്. അത് മറ്റേ ടൈമിനെ കുറിച്ചുള്ള ഒരുപാട് ആശയങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആൻഡ് ഫ്രീഡം കനോട്ട് ബി ദ ടോട്ടൽ ആബ്സെൻസ് ഓഫ് ഫോം. ഇറ്റ് ഈസ് ഓൾവേസ് ഫ്രീഡം വിത്തിൻ ദ ഫോം. ദസ് ഓൾസോ ദ കപ്പാസിറ്റി ഫോർ ക്രിയേഷൻ ഓഫ് ന്യൂ ഫോംസ്. ഇത് ഹെഗേലിയനാണ് ഈ ആശയം. അതായത് ഒരു ഫോമിൻ്റെ ആബ്സെൻസിലല്ല ഫ്രീഡം എന്ന് പറയുന്നത്. ഒരു ഫോമില്ലാത്ത ഫ്രീഡം ഇല്ല. ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലേ ഫ്രീഡം ഉള്ളൂ. നിങ്ങൾ ഫ്രീ ആവുക എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഇല്ലാതാവുക എന്നല്ല, ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഒരു ഫ്രീഡം എന്ന് പറയുന്ന ആശയമുള്ളൂ. ഇറ്റ് ഈസ് ഓൾവേസ് എ ഫ്രീഡം ഫ്രം വിത്തിൻ ദ ഫോം. ഒരു ഫോമിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ദസ് ഓൾസോ ദ കപ്പാസിറ്റി ഫോർ ക്രിയേഷൻ ഓഫ് ന്യൂ ഫോംസ്. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് പോകുന്നത് ഓരോ ഫോമിൻ്റെ ഉള്ളിലും അതിൽ റെസിസ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. അത് റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഡയമെൻഷൻ അതിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡയലക്റ്റിക് ആയിട്ടാണ്. അതിൽ നെസസിറ്റി ഉണ്ട്, ഫ്രീഡം ഉണ്ട്. അത് അതിന് റിജിഡിറ്റി ഉണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യുന്ന, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സും ഉണ്ട്. ഇങ്ങനൊരു സിസ്റ്റമായിട്ട് ഒരു മലാബു പറയുന്ന ഒരു അനാർക്കിക് സിസ്റ്റമാണ് ബ്രെയിൻ എന്നാണ്. ഒരു ആർക്കി അല്ല. അത് ആർക്കി എന്ന് പറഞ്ഞാൽ അരാജകം എന്നാണ് അനാർക്കി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അരാജകം എന്നുള്ള വാക്ക് രാജകത്വം എന്നുള്ള ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭരണമുണ്ട് അവിടെ. അനാർക്കി എന്ന് പറഞ്ഞാൽ രാജകത്വം ഇല്ലാത്തതെന്നാണ്. എന്ന് പറഞ്ഞാൽ ഭരണമില്ലാത്തത്. ഭരണം മാത്രമല്ല, ആർക്കി എന്നുള്ളതിന് അതിൻ്റെ എറ്റിമോളജിക്കലി നോക്കിക്കഴിഞ്ഞാൽ ബിഗിനിങ് എന്നുള്ള അർത്ഥമാണ്, ഒറിജിൻ എന്നുള്ള അർത്ഥമാണ് ആർക്കിക്കുള്ളത്. ആർക്കി അനാർക്കിക് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രീഡത്തെ സൂചിപ്പിക്കുന്ന, ഫ്ലൂയിഡിറ്റിയെ സൂചിപ്പിക്കുന്ന സാധനം. അത് അരാജകമായൊരു വ്യവസ്ഥയാണ് നിങ്ങളുടെ തലച്ചോറ്. അത് കൃത്യമായ ആർക്കിക് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഗവേണൻസിൻ്റെ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിന് തന്നെ മാറ്റാൻ പറ്റും. നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സാധനമല്ല. നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന ഫ്രീഡത്തിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും കൂടി ഒരു മേഖലയായിട്ട് ഈ ബ്രെയിനിനെ കാണുക എന്നുള്ളത് ഈ ഹെഗേലിയൻ ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഡയലക്റ്റിക് എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് മലാബു നടത്തുന്നത്. All brains have the same general structure, but the way in which the neural connections are configured is different from each person. There is no centralized power in the neural network. It works through synaptic connections. System and freedom are not antagonistic. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ പറ്റിയുള്ള ചില ആശയങ്ങൾ. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പറയുക ഒരു ഡേഞ്ചറസ്ലി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഐഡിയ ആണ്. ഒരു പക്ഷേ എന്തുകൊണ്ടാണ് അത് ഡേഞ്ചറസ്ലി ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്?
നിങ്ങളുടെ ബ്രെയിനെ ഇഷ്ടം പോലെ മാറ്റാൻ പറ്റുന്നതാണല്ലോ ഈ പറഞ്ഞ ആശയം. ബ്രെയിനെ ഇഷ്ടം പോലെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബ്രെയിൻ ഈസ് സംതിങ് വിച്ച് ക്യാൻ ബി ട്രെയിനിങ്ങിലൂടെ മാറ്റാൻ പറ്റും അല്ലേ? ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ? ഇപ്പോൾ നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ആശയം, ലേൺ ചെയ്യുന്ന മെഷീൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അതനുസരിച്ച് മാറുകയാണ്. അതാണ് ലേണിംഗ് എന്ന് പറയുന്നത് അല്ലേ? ബ്രെയിനെ നിങ്ങളൊരു കാര്യം പഠിപ്പിക്കുന്നു, കമ്പ്യൂട്ടറിന് അങ്ങനെ ലേൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് പുതിയ ചോദ്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ലേണിംഗ് ആയിട്ടുള്ള മെഷീൻ ആക്കിയിട്ട് കമ്പ്യൂട്ടറിനെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ, അതും ഡീപ്പ് ലേണിംഗ് എന്നുള്ള ആശയം. അതായത് റെപ്രസെൻറ്റ് ചെയ്യുക മാത്രമല്ല, ഓക്കെ, ഡേറ്റ പ്രോസസ്സ് ചെയ്യല്ല, നിങ്ങൾ ബ്രെയിനിനെ പഠിപ്പിക്കുകയാണ്. കമ്പ്യൂട്ടറിനെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ലേണിംഗ് പറ്റും, അത് ബ്രെയിനിന് മാത്രം പറ്റുന്നൊരു കാര്യമാണത് എന്നാണ് നമ്മുടെ ഈ പറഞ്ഞൊരു സങ്കല്പം. ലേണിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ലേണിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റിയാണ്. ഒരു കാര്യം ലേൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ അങ്ങോട്ട് വളഞ്ഞു എന്നാണ്, ഒരു പ്രത്യേക രീതിയിൽ പഠിച്ചു എന്നാണ്. അതും ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിസിറ്റിയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഐഡിയ കൂടിയാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെ വേണേൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ന്യൂറോ ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്ന ആശയമാണ്. ന്യൂറോ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലിസം നേരിട്ട് നിങ്ങളുടെ ബ്രെയിനിൻ്റെ മുകളിലാണ് അപ്പോൾ വർക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സത്യത്തിൽ ഫിലോസഫിയോ പിന്നെ ഈ ന്യൂറോ സയൻറ്റിസ്റ്റുകളൊക്കെ പ്ലാസ്റ്റിസിറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അഡ്വർടൈസിങ് ഏജൻസിക്കാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ബ്രെയിനിനെ എങ്ങനെ വേണമെങ്കിൽ മോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്, ഇതിലൊരു റിജിഡിറ്റി ഇല്ല, ഇതെങ്ങനെ വേണമെങ്കിൽ വളയ്ക്കാൻ പറ്റുന്ന, അതാണ് ന്യൂറോ ക്യാപിറ്റലിസം എന്നുള്ള ഐഡിയ. ക്യാപിറ്റലിസം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ മുകളിലാണ്, അല്ലാണ്ട് സിസ്റ്റത്തിൻ്റെ മുകളിലൊന്നല്ല, ഈ പൊളിറ്റിക്കലി ഒന്നല്ല വർക്ക് ചെയ്യുന്നത്, ബോഡിയുടെ മുകളിൽ, ബ്രെയിനിൻ്റെ മുകളിൽ ന്യൂറോ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക, വേഗമായിട്ടൊരു ഐഡിയ അല്ല, നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുക. അപ്പോൾ ഈ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. ഒരു സിസ്റ്റത്തിനെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്, ബ്രെയിൻ എന്നാണ് ഈ പറഞ്ഞതിന് ചുരുക്കം, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ. അല്ലെങ്കിൽ അതൊരു ഐഡിയോളജിക്കലായിട്ട് സാധനം. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിക്കലാണ്. മാർക്സിസ്റ്റ് പഴയ ജാർഗൺ ഉപയോഗിച്ച് പറഞ്ഞാൽ ബ്രെയിൻ ഈസ് ആൻ ഐഡിയോളജിക്കൽ സിസ്റ്റം. ഐഡിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ക്യാൻ ബി മാനിപ്പുലേറ്റഡ് ഇൻ ദ സെൻസ് ദാറ്റ് അത് ഡിസ്റ്റോർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കോൺഷ്യസ്നെസ്സിൻ്റെ തലത്തിലല്ല, ബ്രെയിനെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ആക്കാൻ പറ്റുന്നതാണ് അല്ലേ? മാർക്സ് ഫാൾസ് കോൺഷ്യസ്നെസ് ആണ് ഐഡിയോളജി എന്നാണ് മാർക്സിൻ്റെ ആശയം. അതായത് നിങ്ങളുടെ കോൺഷ്യസ്നെസ് തലതിരിയുമ്പോഴാണ് ഐഡിയോളജി ആവുന്നത്. ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ് ഐഡിയോളജി. അതായത് നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുപാടുള്ള ലോകത്തെയും മനസ്സിലാക്കുന്നതിൽ ഒരു തലതിരിച്ചിൽ നടക്കുമ്പോഴാണ് അത് ഐഡിയോളജിക്കൽ ആവുന്നത്, മാർക്സിൻ്റെ ലാംഗ്വേജിൽ, പഴയ ജാർഗണിൽ. നേരെ മറിച്ച് ഇവിടെ ബ്രെയിൻ തന്നെ, കോൺഷ്യസ്നെസ് അല്ല, ബ്രെയിൻ തന്നെ ഡിസ്റ്റോർട്ടഡ് ആണ്, ബ്രെയിൻ തന്നെ തലതിരിഞ്ഞ ബ്രെയിനായി മാറുകയാണ് അല്ലേ? ഒരു ഇൻവേർഷൻ ബ്രെയിനിൽ തന്നെ നടക്കും. മെറ്റീരിയൽ ആയിട്ടുള്ള തലത്തിൽ തന്നെ, ബോഡിയുടെ തലത്തിൽ തന്നെ ബ്രെയിൻ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നൊരു സിസ്റ്റമായിട്ട് മാറുന്ന അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് സത്യത്തിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. കാരണം അത് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്, ക്യാപിറ്റലിസ്റ്റ് നല്ല ഏത് സിസ്റ്റത്തിനും നിങ്ങളുടെ ബ്രെയിനിനെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ആശയമാണ് സത്യത്തിൽ പ്ലാസ്റ്റിസിറ്റി എന്നുള്ളത്. പക്ഷേ അത് ബ്യൂട്ടിഫുൾ ആവുന്ന എവിടെയാണ്? ബ്യൂട്ടിഫുൾ ആവുന്നത് ദർ ഇസ് എൻ സ്പേസ് ഫോർ റെസിസ്റ്റൻസ്. നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫൂക്കോ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് വി ആർ ബട്ട് റെസിസ്റ്റിംഗ് വാട്ട് വി ആർ എന്നാണ്. അതായത് നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കലല്ല പ്രശ്നം, നിങ്ങളെന്താണെന്നുള്ളതിനെ റെസിസ്റ്റ് ചെയ്യലാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ബ്രെയിൻ എന്താണെന്ന് മനസ്സിലാക്കൽ ഓക്കെ, ഫ്ലെക്സിബിലിറ്റി, പ്ലാസ്റ്റിസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറയുന്ന ഒരു സ്പേസ് കൂടി അതിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അമൂല്യമായിട്ടുള്ള ഒരു ഇൻസൈറ്റ്. അതായിരിക്കും പ്ലാസ്റ്റിസിറ്റിയുടെ ആശയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അങ്ങ് വിടാൻ പറ്റുന്നതാണ്, ഫോർഗെറ്റ് ചെയ്യാൻ പറ്റും. ഒരു തരത്തിലുള്ള എക്സ്പ്ലോഷൻ അതിലുണ്ട്. നിങ്ങളുടെ ഇതുവരെയുള്ള ഐഡൻറ്റിറ്റിയെ മുഴുവൻ വിടാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ? ഇപ്പോൾ ഒരു ആൽഷമേഴ്സിൻ്റെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഉള്ള ഐഡൻറ്റിറ്റി അയാൾ വിടുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് വിടുന്നതാണ്, ആരാണെന്ന് അറിയില്ല. ഇത് ഒരു തരം റവല്യൂഷണറി ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ അതിലുണ്ട്. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ മുകളിലുള്ള ഈ ക്ലിഞ്ചിങ്, അതിൽ പെട്ടുപോകാതിരിക്കുക, അതിൽ നിന്ന് വിട്ട് പുറത്ത് കിടക്കാൻ കഴിയുക, നിങ്ങളെപ്പറ്റിയുള്ള നിങ്ങളുടെ ധാരണയും നിങ്ങളെപ്പറ്റി ഉറപ്പിക്കപ്പെട്ടുള്ള ധാരണകളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ കഴിയുക, ഇതൊക്കെ ഫ്ലെക്സിബിലിറ്റിയുടെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു പക്ഷേ പോസിറ്റീവായിട്ടുള്ള ഒരു തലമായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള ആശയമാണ് ഒരു ഫിലോസോഫിക്കലി പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് മലാബോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രെയിനിനെ
മറക്കാൻ പഠിപ്പിക്കുക എങ്ങനെയാണ്, ഹൗ ടു ടീച്ച് എ മെഷീൻ ടു ഫോർഗെറ്റ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായിട്ട് അവർ പ്രത്യേകിച്ച് എ ഐയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ എടുക്കുന്നത്. അപ്പോൾ ഈ എ ഐയുടെ കാര്യത്തിലേക്ക് പറയാച്ചാൽ ഇനി ഒരുപാട് പറയാനുണ്ട്, ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എ ഐയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ആശയം തന്നെ നിങ്ങൾ എടുക്കുക, ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കാണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു ഇതാണെന്നാണ് ആശയം. അപ്പോൾ ആർട്ടിഫിഷ്യലി ഇങ്ങനെ ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, അതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആശയം തന്നെ. കമ്പ്യൂട്ടറിൽ തന്നെ ഈ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, കമ്പ്യൂട്ടറിന് പ്ലാസ്റ്റിസിറ്റി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതാണ് ഈ ലേണിംഗ് എന്ന് പറയുന്ന ആശയമൊക്കെ നിങ്ങൾക്ക് ലേണിംഗ് ആയിട്ടുള്ളൊരു മെഷീനാക്കിയിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെ എന്തായിരിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റുക. അപ്പം ഈ IBM ഒരു സിനാപ്റ്റിക് ചിപ്സ് എന്നാണ്, സിനാപ്റ്റിക് ആയിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഏതാണ്ട്, അതായത് അതിന് എന്താ പറയുക, നമ്മുടെ ന്യൂറോൺസ് പോലെ തന്നെ ബ്രെയിനിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ഈ ന്യൂറോൺസ് പോലെ തന്നെ സെൽഫ് റീജനറേറ്റിംഗ് ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് IBM പ്രോജക്റ്റിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു ആശയം അത് തന്നെ. അപ്പോൾ ഈ ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെ തന്നെ പ്ലാസ്റ്റിക് എന്ന രീതിയിൽ കാണാം, കമ്പ്യൂട്ടറിൽ തന്നെ പ്ലാസ്റ്റിസിറ്റി ഉണ്ടാക്കാൻ. ഇത് ഇപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു ഫിലോസഫി എന്നുള്ള രീതിയിലോ ഒക്കെ ഇതിനെ വളരെ സംശയത്തോടെ ഒക്കെ കാണുന്ന ആളുകളുണ്ട് അല്ലേ, ഇതൊക്കെ ഭയങ്കര അപകടത്തിലേക്കാണ് പോവുക. പക്ഷേ ഞാൻ പേഴ്സണലി അതിൻ്റെ ഒരാളല്ല. കാരണം വെച്ചാൽ AI എന്ന് പറയുന്നത് വലിയ സാധ്യതകൾ വേറെ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ പ്ലാസ്റ്റിസിറ്റി അതിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ ചില വേണമെങ്കിൽ ഒരു ക്രിട്ടിക്കൽ AI എന്ന് പറയുന്ന ഒരു ആശയം, ക്രിട്ടിക്കൽ AI എന്ന് പറയുന്നത് എന്താണ് ഈ AI ആയിട്ട് ചെയ്യേണ്ടത്. ഇപ്പം മലാബ് ചോദിക്കുന്ന പോലെ വാട്ട് ഷുഡ് വി ഡു വിത്ത് അവർ ബ്രെയിൻസ് എന്ന് ചോദിക്കുന്ന പോലെ വാട്ട് ഷുഡ് വി ഡു വിത്ത് ദിസ് AI. ഈ AI നമ്മൾ നിരസിച്ചിട്ട് കാര്യമില്ല അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് എ ഫാക്ട്. ഇത് അവിടെ ഉണ്ട്, അത് നിങ്ങൾ എതിർത്താലും ഇല്ലെങ്കിലും അതുണ്ട്, നമ്മളിലൊക്കെ ഉണ്ട്, നമ്മുടെ ഉള്ളിലും ഒക്കെ ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ AI സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ചിപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാച്ച് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ വാച്ച് നിങ്ങളുടെ മുഴുവൻ റെക്കോർഡ് ചെയ്യുകയാണ്, കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. അത് ഇൻ്റലിജൻ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് മരുന്ന് വേണ്ടതെന്ന് അത് പറയും. ഓക്കെ, ഇന്ന സമയത്ത് നിങ്ങൾ മരുന്ന് വേണമെന്നുള്ളത് നിങ്ങളോട് വാച്ച് പറയും. അപ്പോൾ അത് AI എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒന്നിന് പുറത്ത് നിൽക്കുന്നൊരു സാധനമല്ല. ഓക്കെ, അപ്പോൾ AI എന്താണ് ഇനി ചെയ്യാൻ പറ്റുക. എനിക്ക് തോന്നുന്ന ഒരു ക്രിട്ടിക്കൽ AI എന്നുള്ള സംഗതിയാണ്. ഈ ക്രിട്ടിക്കൽ AI എന്ന് ഞാൻ പറയുന്നത് ഹൈഡഗർ ടെക്നോളജിയെ പറ്റി പറഞ്ഞ പോലെ വി നീഡ് ടു ഹാവ് എ ഫ്രീ റിലേഷൻഷിപ്പ് വിത്ത് AI-യുമായിട്ടൊരു ഫ്രീ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. എ ന്യൂ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നാച്ചുറൽ ബ്രെയിൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ബ്രെയിൻ. നാച്ചുറൽ ആർട്ടിഫിഷ്യൽ എന്നുള്ള പഴയ ഡിവൈഡ് വെച്ചിട്ടല്ല. ഓക്കെ, എൻ്റെ ബ്രെയിൻ നാച്ചുറലാണ്, ഇത് ആർട്ടിഫിഷ്യലാണ്. ഈ ആർട്ടിഫിഷ്യൽ നാച്ചുറൽ എന്നുള്ള ഡിവൈഡ് ചിലപ്പോൾ കൊളാപ്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് സാധനമില്ല, നാച്ചുറൽ ഈസ് ആർട്ടിഫിഷ്യൽ, ആർട്ടിഫിഷ്യൽ ഈസ് നാച്ചുറൽ എന്ന രീതിയിൽ ആ പഴയ ഫിലോസോഫിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു ബാക്കി നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ദർ ഇസ് സംതിങ് നാച്ചുറൽ, സംതിങ് ആർട്ടിഫാക്റ്റ് അല്ലേ, സംതിങ് വിച്ച് ഈസ് നോട്ട് നാച്ചുറൽ. ഈ ഡിവൈഡിൽ നിന്നുകൊണ്ട് AI സമീപിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ഓക്കെ വി ഷുഡ് ഹാവ് എ കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റ് വിത്ത് എ കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ AI. അതിനൊരു റെസിസ്റ്റൻസിൻ്റെയും ഫ്രീഡത്തിൻ്റെയും ഒക്കെ പോസിബിലിറ്റി തരുന്ന ഒരു ഫീൽഡായിട്ട് അതിനെ കാണുക എന്നുള്ളത് ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. മലാബിൻ്റെ ഒരു കോട്ടിൽ നമുക്ക് നിർത്താം. എ ട്രൂലി ഇൻ്റലിജൻറ്റ് മെഷീൻ വുഡ് ബി എൻ അനാർക്കിക് മെഷീൻ എന്നാണ് അവരുടെ വാദം. അപ്പോൾ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു മെഷീൻ നിങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അനാർക്കിക് മെഷീൻ ആയിരിക്കും. അത് അങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ട രീതി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാധനമായിരിക്കില്ല. അതെപ്പോഴും സർപ്രൈസ് നിങ്ങൾക്ക് തരും എന്നാണ്. വൺ ദറ്റ് എസ്കേപ്സ് കൺട്രോൾ, ഇറ്റ്സ് ഓൺ കൺട്രോൾ. നമ്മൾ പഴയ ഈ എന്താ പറയുക സയൻസ് ഫിക്ഷൻ സിനിമകളിൽ വരുന്ന പോലെ AI നമ്മളെ കൊല്ലാൻ വരുന്നു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതിന് കൺട്രോളിന് പുറത്തായിരിക്കും ഏത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിസ്റ്റവും. കാരണം ആ ഫ്ലെക്സിബിലിറ്റി അതിലുണ്ടെങ്കിൽ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് ഒപ്റ്റിമിസ്റ്റിക് ഓർ പെസിമിസ്റ്റിക് അബൌട്ട് AI. ഓക്കെ, ബട്ട് ബിലീവിങ് ദാറ്റ് ദർ വിൽ ഓൾവേസ് ബി സം സർപ്രൈസ് എന്നുള്ളതാണ്. സർപ്രൈസ് തരുന്ന മെഷീനാണ് ഏത് മെഷീനും. അതുതന്നെയാണ് അനാർക്കി എന്ന് അവർ പറയുന്നത്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ പൂർവ്വനിശ്ചിതമായ ഒരു ക്രമത്തിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോഴാണ് സർപ്രൈസിങ് ആവുന്നത്. ഏത് മെഷീനും നിങ്ങളൊരു സർപ്രൈസ് ഉണ്ടാക്കും, ഏതെങ്കിലും തരത്തിലുള്ള സർപ്രൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെയും പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോട് സ്കെപ്റ്റിക്കലായിട്ട് അല്ലെങ്കിൽ അതിനെ പെസിമിസ്റ്റിക്കായിട്ട് അതിനെ കാണുക എന്നുള്ളതിന് പകരം വി നീഡ് ടു ഹാവ് എ കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റ്, എ ഫ്രീ റിലേഷൻഷിപ്പ് വിത്ത് AI എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ബ്രെയിൻ സയൻസിനും ഫിലോസഫിക്കും ഇടയിൽ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളുടെ
ഒരു പ്രധാനപ്പെട്ട ഒരു മോഡ് ഓഫ് എൻഗേജ്മെൻറ്റ് അതായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ക്ഷമിച്ച് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.